സിനിമയിലൊക്കെ കാണാറുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് മുഖ്യമന്ത്രിയാകുന്നു, അങ്ങ് ഭരിക്കുന്നു. അതൊക്കെ സിനിമയിൽ മാത്രമേ നടക്കുള്ളൂ എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. അത് ഉടനെ സംഭവിക്കും. അതെ ഗായ്സ്, മെയ് 4-ന് ഏകദേശം അത് സംഭവിക്കുകയും ചെയ്തു. സംഭവം ഇപ്പം ഞാൻ രാവിലെ എണീറ്റപ്പോൾ ആദ്യം നോക്കിയത് കേരള റിസൾട്ടല്ല, തമിഴ്നാട്ട് റിസൾട്ടാണ്. കാരണം എൻ്റെ മനസ്സിൽ പോലും ഇപ്പം വിജയ്ക്ക് ഒരു 10-40 സീറ്റിൽ കിട്ടും, അടുത്ത ഇലക്ഷനിൽ ഒരു വലിയ ശക്തിയായിട്ട് വരുമെന്നാണ്. പക്ഷെ അതൊക്കെ പാടെ തെറ്റിച്ച് പുള്ളിക്കാരൻ 108 സീറ്റുകളോടെ കത്തിക്കയറിയിട്ടുണ്ട്. ഏകദേശം നെക്സ്റ്റ് CM തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഞാനും മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഈ ഇടയ്ക്ക് വിജയും വിജയുടെ ഭാര്യ തമ്മിൽ ഡിവോഴ്സ് റൂമറുകൾ വന്ന സമയത്ത് ഞാനും ആ വീഡിയോ ചെയ്തിട്ട് അതിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഇതൊരു പൊളിറ്റിക്കൽ അജണ്ട അല്ലേ, എന്തൊക്കെയോ ഇതിൻ്റെ ഇടയിലുണ്ടെന്ന്. സോ ഈ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞതും അന്ന് എല്ലാവരും പറഞ്ഞതും ഏകദേശം കറക്റ്റാണ്. കാര്യം അവർ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പം പാർട്ടി തുടങ്ങുന്ന ആ സമയത്ത് തന്നെ പുള്ളിക്കാരെതിരെ റെയ്ഡുകൾ വരുന്നു, കേസുകൾ വരുന്നു. അതിനുശേഷം പിന്നെ പാർട്ടി തുടങ്ങുന്ന സമയത്ത് സിനിമകളുടെ സെൻസറിങ്ങിൽ ഇഷ്യൂ വരുന്നു, സിനിമകൾ ഡിലേ ആകുന്നു. പിന്നെ അത് കഴിഞ്ഞ് കരൂർ ദുരന്തം വരുന്നു. ആ സമയത്ത് പുള്ളിക്കാരൻ എല്ലാവരും കൂടെ പ്രതി ചേർത്ത് അങ്ങ് വിഷയം ഉണ്ടാക്കുന്നു. അതിനുശേഷം ഭാര്യയായിട്ടുള്ള വിഷയം, അതിന് തൃശ്ശയായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയൊക്കെ പറഞ്ഞ് വീഡിയോകൾ വരുന്നു, വിഷയമാവുന്നു. എന്ന് വെച്ചാൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ പുള്ളീനെ ഇറക്കാൻ എല്ലാം പഠിച്ച പണി 18 നോക്കി, പക്ഷേ നടന്നില്ല. പുള്ളി ജയിച്ചു. അത്രേ ഉള്ളൂ സംഭവം. മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവാതെ പോയൊരു, ഇവരെന്താ ചിന്തിക്കാത്ത? പണ്ട് MGRും ജയിച്ചത് അറിയാമായിരുന്നല്ലോ അല്ലേ? എങ്കിലും സെറ്റായിട്ടുണ്ട്. വിജയ് അങ്ങനെ പുതിയ CM കാണണം ഗൈസ്. തമിഴ്നാട്ടിൽ എന്താ സംഭവിക്കാൻ പോണേന്ന്. കാര്യം ഒരു സിനിമയിലൊക്കെ പറയുന്നതാണ്, അത്രത്തോളം എളുപ്പമാണോ രാഷ്ട്രീയത്തിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും നേടാൻ പറ്റുക, നല്ലൊരു രാഷ്ട്രീയം കാഴ്ചവെക്കുക. പുള്ളിക്കാരൻ്റെ മറ്റേ പ്രഖ്യാപനങ്ങളൊക്കെ സൂപ്പറായിരുന്നു കേൾക്കാൻ. അതൊക്കെ നടക്കണമെന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ യെസ് ഗൈസ്, ദാറ്റ്സ് ഇറ്റ്.